എന്റെ തുപ്പല് പതിപ്പിക്കുന്നു. അയ്യടാ എന്റെ തുപ്പല് പതിക്കുന്ന തല പേനുണ്ടോടാ നിന്റെ? ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ജീവനുള്ള കായൽ ഞണ്ടിനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അവനെ ഒന്ന് കൊന്നിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് നമുക്ക് കറിയാക്കാം. അപ്പം ഞണ്ട് റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യുന്നതും, ഇപ്പം ഒറ്റയടിക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല, നമുക്കത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കെന്താ വീഡിയോയിലേക്ക് പോകാം. ഞണ്ടിനെ നമുക്ക് താഴ്ത്തിടാം. അതെല്ലാം ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ട്. നമ്മളിതിനെ കൊല്ലണം എന്നുള്ളതാണ് വലിയ ടാസ്ക്. നോക്കിക്കോണേ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന്, അല്ലെങ്കിൽ തുണി നനയ്ക്കുമ്പോൾ വന്ന് കാല പിടിച്ചിരിക്കുന്നതാണ്. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് തോണ്ടിറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിടി കിട്ടാത്തടത്തോട്ടൊക്കെ പോയി. ഇതിനെ പിന്നെ നമുക്ക് എടുക്കും. എങ്ങനെ എടുക്കും? ഇതിന് പക്ഷേ ഇത് ഇറുക്കത്തില്ല കേട്ടോ. ഇത് ഇറുക്കത്തില്ല. പാവത്തിന് കാലും കൈയൊക്കെ ഓടിച്ചതാ. എങ്ങോട്ടാ? അത് ഇറുക്കും കേട്ടോ. അത് വർത്താനം പറയുന്നത് കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. തുപ്പല് പതിപ്പിക്കുന്നു. അയ്യടാ എന്റെ തുപ്പല് പതിക്കുന്ന തല പേനുണ്ടോടാ നിന്റെ? ചാടി കടിക്കൂടി. വീടിട്ടപ്പെട്ടോ? കണ്ണിട്ട് മുളപ്പിക്കുന്നുണ്ട്. ചാടി കടിക്കുന്നതാരോ പട്ടിയത്. കണ്ണിട്ട് മുളപ്പിക്കുന്നുണ്ടോ? അമ്മയിൽ വിഷയമായി അതിന്റെ ഇത് കെട്ടിയിട്ടേക്കോ? ഇത് സാഹസികമായിട്ട് നമ്മുടെ ഞണ്ട് കുട്ടനെ നമ്മള് കൊന്നോണ്ടിരിക്കുക. ഏട്ടനെ വീട്ടൊന്നും കൊല്ലാൻ ചുമ്മാ. നമ്മുടെ ഒരു ഞണ്ട് ഈ സാധനം അങ്ങോട്ട് എടുത്ത് ഇത് കുഴപ്പമില്ല. ഇത് ഇറുക്കത്തില്ല. ഇത് നമ്മളിങ്ങനോട്ട് മാറ്റിയിട്ട് ഇങ്ങനോട്ട് വെച്ചിട്ട് ഒരു പപ്പടം കുത്തി വെച്ചിട്ട് കർമ്മം. ഇത് അമ്മ പറഞ്ഞു തന്നെയാ തോന്നുന്നില്ല അവിടെ. പിന്നെ ഇതൊരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ചാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ മൊത്തം മാറ്റണം. ചാക്കര പൊന്നെ നിന്നെ കൊല്ലുവാടാ ഞങ്ങള്. അത് മൊത്തം അടത്തണം. ചുമ്മാ അവിടെ എവിടെയും കുത്തിയത് യാതൊന്നുമില്ല. ചത്തോണ്ടിരിക്കുക. വേണ്ട ചത്തു. ശരിയാ കേട്ടോ. അതിന്റെ മർമ്മത്തിലിട്ട്. ഇത് വേറൊരു ഞണ്ട് കേട്ടോ. നോക്കിക്കേ, വ്യത്യാസം കണ്ടോ അതിന്റെ രണ്ടിന്റെ കൂടെ? ഇത് മലവേടം. ചുമ്മാ അവിടെ പേരങ്ങിട്ടോടുക മലാണ്ട്. ഇത് മൊത്തം ഇതാ അവരുടെ വല കണ്ടോ? വല അതിൻ്റെ ആണ്ട് ഇതിൻ്റെ ഇവിടെ അല്ല. നമ്മൾ ജീവനുള്ള നമ്മുടെ ഞണ്ടിനെ നമ്മളിപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്നവര് ഞങ്ങൾ ചീത്ത വിളിക്കരുത്. കണ്ട ഇറുക്കാൻ പോകുന്നുണ്ടോ? എനിക്കൊരു മിനിറ്റ് വരുന്നു, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ട ഇറുക്കുന്ന കണ്ട കണ്ട. ഇതിപ്പോ നമ്മുടെ പേരിലാണ്. നാട്ടുകാരെ എന്നെ തെറി വിളിക്കല്ലേ. ഇതിപ്പോ ഇറുക്കുന്നു. കണ്ട നമ്മളെ ഇറുക്കുന്ന കണ്ട. ഇത് ഇറുക്കിയ നല്ല സുഖമല്ലേ? നമ്മുടെ നീരാളിപ്പിടുത്തം പോലാന്ന് തോന്നില്ലേ അമ്മ? ഭയങ്കര ഇതായില്ലേ, സ്മാർട്ടായില്ലേ? എനിക്കൊരു കുത്തൊക്കെ കിട്ടിയപ്പോ അമ്മ. അതല്ല ഞാൻ ഉദ്ദേശിച്ച ആ കുത്തല്ല. കണ്ട് നടന്നു പോകുന്ന കണ്ട. എന്നാ ഇതിന്റെ ഒരു കാല് മിസ്സിങ് ആണ്. ഇതിന്റെ മെയിൻ വേണ്ടി ഈ കൊമ്പ്. ഓ എങ്ങനെ ഒന്നു കാല് വലിച്ചു പറിച്ചാൽ മതി, ചാറ്റോളും. ഒരെണ്ണത്തിന് ഈസി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു കാല് കാണുന്നില്ല. ഇതിന്റെ മെയിൻ വലിയ കാല് കാണുന്നു. അതിന്റെ തന്നെ കുറച്ച് ബ്ലറാവുന്നുണ്ടല്ലോ. അത് മൊത്തം മണ്ണാക്കിയേട്ടെ.
ചാക്കിനകത്ത് നോക്കി പുത്തിരി ഉണ്ടായിരുന്നല്ലേ, എടുത്ത് വന്നപ്പോൾ ഒട്ടുമില്ല. നമ്മളിങ്ങനെ ഇട്ട് കൊന്നില്ല, നമ്മൾ സിമ്പിളാ കണ്ട. ഏട്ടാ അതിനകത്ത് കൊണ്ട് കൈയിടല്ലേ, പാമ്പൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചത്തേനെ നമുക്ക് കടന പിടിക്കുന്നത്, പക്ഷെ ഇത് ഇങ്ങനെ മേടിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഒരു മായവും ചേരാത്ത ഏട്ടാ അതിനകത്ത് കേറിപ്പോയി. പ്യുവർ ഞണ്ടാണ്. അത് മിക്കവാറും എന്നെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അവര് പറയുന്നത് കുഞ്ഞതാ, കടിക്കുന്നതല്ല, അവര് ചെറുതാ പോയത്. ആന വരുന്നേ ഓടിക്കോ എന്നും പറഞ്ഞ് ഓടേണ്ടി വരും. ശരി, ഞണ്ട് വരുന്നേ ഓടിക്കോ. എനിക്കിഷ്ടമല്ല ഇങ്ങനൊന്നും കാണിക്കുന്നത്. നമ്മളെ നിവർത്തികേട് കൊണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചു വല്ലയിടത്തോട്ടൊക്കെ പോയിട്ടുണ്ടോന്ന്. ഞാനും കൊണ്ട് കുടഞ്ഞിട്ടത് ഞാൻ കണ്ടില്ലല്ലോ. അത് ഞങ്ങളുടെ കുരുത്തക്കേട് ഞങ്ങൾ കുടഞ്ഞിട്ട ഇത് ചത്തു. ഇത്രയേ ഉള്ളായിരുന്നു കാര്യം. അതിനായി മണ്ണിലിട്ട് ഉരുട്ടി ഏട്ടനാണ്ടായ മൊത്തം മണ്ണാക്കി. നോക്കിക്കേ, ഇതിന്റെ അതങ്ങനെ കിട്ടാ പോരെ അമ്മ? ഇത് കളയണം. ആണോ? ഈ പോഷൻ വേണ്ടാത്ത കേട്ടോ, അതിന്റെ ഇറുക്കുന്ന ഭാവം അല്ലയോ. പക്ഷെ നമ്മുടെ സാധാ പിച്ചാത്തിയൊന്നും പറ്റത്തില്ല കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാവോ? നീ ഫോൺ വിളിക്കല്ല, പിച്ചാത്തി കൊള്ളും. എന്റെ ഫീൽഡിലോട്ട് പിടിക്കാൻ വന്നാല് അതോ എന്താ പറഞ്ഞ ജീവിക്കത്തില്ലെന്ന് ചത്തു പോകത്തില്ലേ ഇവിടെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ? കടിച്ചില്ലണ്ട അതിന്റെ സൈഡിൽ ഈ കുന്തം കൊണ്ട് മുള്ളു. ഇതൊക്കെ വേണ്ടതാണോ അമ്മ? എന്തോ ഉണ്ട്, ഒന്നുമില്ല. ഇതൊക്കെ കടിച്ചേക്കുന്നുണ്ട്. കണ്ട ഇതേ കടിച്ചേക്കുന്നുണ്ട്. കണ്ട കണ്ടോ? ശരി, അതെ കണ്ടോ. ജീവന് നമ്മുടെ കല്ല അത് നേരത്തെ അത് വേണ്ടാത്ത അതെന്നെ ശപിച്ച് രാവിലെ തന്നെ അമ്മയ്ക്ക് ക്രാബ് ശാപം കിട്ടും. നമ്മുടെ ഞണ്ട് ഒത്തിരി മിക്സ് ആയിട്ടുണ്ട് നമ്മൾ കുടഞ്ഞിട്ടപ്പോൾ. ഓടിയ ലൈനകത്ത് കയറി, പിന്നെ അതിന്റെ പുറകിന് പോയില്ല. ഇനി അതിന്റെ പുറകിന് പോയാൽ പാമ്പ് വല്ലതും കടിച്ചു. പാമ്പിനെ പേടിച്ച് നമ്മൾ പോകുന്നില്ല. ഇത് ഇത്രയും നമുക്ക് വേണ്ടാത്ത, കാരണം അതിനകത്തൊക്കെ ഒന്നും മാംസം കാണത്തില്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഇട്ട് ഇതിനെ അകത്തോട്ട് ഹോളിട്ടത് കൊണ്ട് ചിലപ്പോൾ മറ്റേന്ന് പറഞ്ഞില്ല, ഇത് അടത്താൻ ഭയങ്കര പാട്. എന്താ പാടാന്നറിയാ ഇതൊക്കെ ആ കുത്തികളൊക്കെ. ഇത് വേറൊരു തിരഞ്ഞുണ്ടാവും. മേലെ ആവർത്തിക്കത്തില്ല. ഇനി മേലെ ആവർത്തിക്കത്തില്ലെന്നത്. കിടക്ക് നീ ഹോട്ടലിലൊക്കെ എങ്ങനെ വെച്ചിരുന്നല്ലേ? അവര് അത് ഇളക്കാൻ ഈ കടയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന എളുപ്പമാണ്. ഇത് ഈ പച്ചയായിട്ട് എടുക്കാൻ പാട്. പിന്നെ പച്ചക്കൊഞ്ച് പൊളിക്കാൻ ഭയങ്കര പാടാണ്. അതെ, കടയിൽ നിന്ന് പോയി മേടിച്ചാൽ മതിയായിരുന്നു 350 രൂപയ്ക്ക്.
എവിടെ നിന്ന്? സീലാൻഡിൽ. ശരിയാ, സീലാൻഡിലെ അടിപൊളിയാ. അത് പച്ചയുമായിരിക്കും കേട്ടോ. അത് ഇതുപോലെ ജീവനുള്ളത് മേടിക്കുന്ന. ഒന്നും ഇല്ലെന്ന് പറയാൻ. മഴക്കോളാണോ? ഞാൻ വിളിക്കുന്നു അപ്പുറത്തെ ശ്രീകാന്തായിരിക്കും. ഏതിനകത്ത് പറയുന്നത് അവിടുത്തെ ഇവിടുത്തെ ഉണ്ടേന്ന് വൈബോസിനകത്ത് പറയുന്നത്. കയ്യും കാലും എങ്ങനെ കഴിയും? അമ്മയെ ആടിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞണ്ടിനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ കണ്ടല്ലോ. ഇനി പാർട്ട് 2 നിങ്ങൾ കാണാൻ മറക്കരുത്. അത് ഞങ്ങൾ ഞണ്ട് റോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.